നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡസ് എന്നുള്ള സെൻറ്റൻസിനെ പറ്റിയാണ്. അപ്പോൾ തന്നെ നമ്മൾ ഡസിനെ പറ്റി 2 എപ്പിസോഡ് ഓൾറെഡി എടുത്തു. കഴിഞ്ഞ 2 എപ്പിസോഡ് ഡസിനെ പറ്റിയായിരുന്നു. അപ്പോൾ നമുക്ക് ഡസിൻ്റെ അധികം എക്സാമ്പിൾസ് നമുക്ക് റിവ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡും കൂടെ ഡസിനെ പറ്റി എടുക്കുന്നു. ഇന്ന് കുറച്ച് എക്സാമ്പിളും കൂടെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ എപ്പിസോഡിൽ കയറുന്നതിന് മുമ്പ് ഡസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഡൂവിനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഡസിനും ഡൂവിനും ഏകദേശം ഒരേ അർത്ഥമാണുള്ളത്. 2 വേർഡിനും എന്തെങ്കിലും പ്രവൃത്തിയോ എന്തെങ്കിലും ജോലിയോ ചെയ്യുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡസും ഡൂവും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ചെറിയ ഒരു ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ ഈ ഡൂവിനും ഡസിനും എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന്. അതായത് ഡസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കർത്താവ്, ഒരു സെൻറ്റൻസിൻ്റെ കർത്താവ്, അതായത് സബ്ജക്റ്റ് ഏകവചനമായിരിക്കുമ്പോഴാണ്. അതായത് ഒരു വ്യക്തിയോ ഒരു വസ്തുവിനെയോ സൂചിപ്പിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഡസ് യൂസ് ചെയ്യും. പക്ഷേ ഒന്നിൽ കൂടുതൽ ആളുകളെയോ ഒന്നിൽ കൂടുതൽ വസ്തുക്കളെയോ സൂചിപ്പിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഡൂവ് യൂസ് ചെയ്യും. അപ്പോൾ തന്നെ ഡൂവിൻ്റെ കുറേ എക്സാമ്പിൾസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് 6 7 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് പഠിച്ചാൽ നമുക്ക് ഡൂവിനെ പറ്റിയുള്ള എല്ലാ കൺഫ്യൂഷനും തീരും. അതിൽ ഗ്രാമർ സെക്ഷൻ പറഞ്ഞിട്ടില്ല, പക്ഷേ സെൻറ്റൻസുകൾ നമുക്ക് റിവൈസ് ചെയ്യാൻ ഒരുപാടുണ്ട്. സെൻറ്റൻസുകൾ റിവൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് ഗ്രാമർ വേർഡാണോ ഇംഗ്ലീഷാണോ ഇംഗ്ലീഷ് പഠിക്കുന്നത് തന്നെ നമ്മൾ സെൻറ്റൻസ് റിവൈസ് കൂടിയാണ്. സോ എപ്പിസോഡ് 6 7 ഡൂവിനെ പറ്റിയുള്ള നമ്മൾ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ഡെയിലി ടോക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡസിനെ പറ്റിയാണ്. സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതിന് തൊട്ട് ഡസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീ, ഷീ, ഇറ്റ്, ദിസ്, ദാറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ പേരുകൾ വരുമ്പോഴാണ്. ഇവയെല്ലാം ഏകവചനങ്ങളാണ്. ഒരാളെ പറ്റി ഒരു വസ്തുവിനെ പറ്റി സൂചിപ്പിച്ച് സംസാരിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജോസ് ഡസ് നോട്ട് ലൈക്ക് മ്യൂസിക്. ജോസിന് മ്യൂസിക് ഇഷ്ടമല്ല. അത് ജോസ് വന്നുകൊണ്ടാണ് ഡസ് വന്നത്. അതേപോലെ ഡൂവിൻ്റെ നിങ്ങൾക്ക് അവിടെ മുകളിൽ കാണാം യുവ്, വിയെ, ദയ, ദസ്, ദോസ്, അതേപോലെ ഐ എന്നീ വേർഡുകൾ വരുമ്പോഴാണ് ഡസ് യൂസ് ചെയ്യുന്നത്. ഇവയൊക്കെ ബഹുവചനങ്ങളാണ്. അവിടെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ദേ ഡു നോട്ട് ലൈക്ക് മ്യൂസിക്. അവർക്ക് മ്യൂസിക് ഇഷ്ടമല്ല എന്നത്. അവിടെ ദേ വന്നുകൊണ്ടാണ് ഡോ വന്നത്. നമുക്ക് ഡയറക്റ്റ് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം. വാട്ട് ടൈം ഡസ് യുവർ പ്ലെയിൻ ഡിപ്പാർട്ട്. വാട്ട് ടൈം ഡസ് യുവർ പ്ലെയിൻ ഡിപ്പാർട്ട് എന്ന് പറയുന്നത് താങ്കളുടെ പ്ലെയിൻ എപ്പോൾ പുറപ്പെടുമെന്നാണ് ചോദിക്കുന്നത്. താങ്കളുടെ പ്ലെയിൻ എപ്പോൾ പുറപ്പെടും. ഫ്ലൈറ്റ് എയറോപ്ലെയിൻ ഇല്ല, അത് എപ്പോൾ പുറപ്പെടും എന്നാണ് അർത്ഥം. അപ്പോൾ വാട്ട് ഡസ് യുവർ പ്ലെയിൻ ഡിപ്പാർട്ട്. പ്ലെയിൻ ഒരു വസ്തുവായതുകൊണ്ടാണ് അവിടെ ഡസ് വന്നിരിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ സെൻറ്റൻസിൽ നിങ്ങൾക്ക് അങ്ങനെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളൊരു വസ്തുവിനെ സൂചിപ്പിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഡസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. മൈ സിസ്റ്റർ ഡസ് നോട്ട് ഈറ്റ് മച്ച് ഫുഡ്. എൻ്റെ സിസ്റ്റർ അധികം ഫുഡ് കഴിക്കാറില്ല. മൈ സിസ്റ്റർ ഡസ് നോട്ട് ഈറ്റ് മച്ച് ഫുഡ്. ഈറ്റ് മച്ച് ഫുഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അധികം ഫുഡ് കഴിക്കാറില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ഹി ആൾവേസ് ടേക്ക് ഹിസ് ടൈം ഇൻ എവറിത്തിങ് ദാറ്റ് ഹി ഡസ്. ഹി ആൾവേസ് ടേക്ക് ഹിസ് ടൈം ഇൻ എവറിത്തിങ് ദാറ്റ് ഹി ഡസ് എന്ന് വെച്ചാൽ അവൻ എന്തോ ചെയ്താലും അത് ടൈം എടുത്താൽ ചെയ്യുന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഹി ആൾവേസ് എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും ടേക്ക് ഹിസ് ടൈം ഇൻ എവറിത്തിങ് ദാറ്റ് ഹി ഡസ്. എവറിത്തിങ്, അവൻ എന്തൊക്കെ ചെയ്താലും, ഹി ഡസ് എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്താലും. ഇവിടെ ഡസ്സിന് ഞാൻ പറഞ്ഞില്ല, അതേപോലെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനെ ഡസ് എന്ന് നമ്മൾ സൂചിപ്പിക്കും. എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനെ നമ്മൾ ഡസ് എന്ന് സൂചിപ്പിക്കും. ഇവിടെ പറയുന്നത് ഹി ആൾവേസ് ടേക്ക് ഹിസ് ടൈം ഇൻ എവറിത്തിങ് ദാറ്റ് ഹി ഡസ്. അവൻ എന്ത് പ്രവൃത്തി ചെയ്താലും അവൻ ടൈം എടുത്താൽ ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. അടുത്തത്, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് യു. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് യു എന്ന് വെച്ചാൽ ഇത് എത്ര സമയം കൊണ്ട് നിനക്കിത് ചെയ്തു തീർക്കാൻ പറ്റും, എത്ര സമയം എടുക്കും ഇത് ചെയ്യാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് യു, എത്ര സമയം കൊണ്ട് ഇത് ചെയ്യും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഡസ് വന്നത് ഇറ്റ് വന്നുകൊണ്ടാണ്. ഇതേപോലെ സെൻറ്റൻസുകൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇങ്ങനത്തെ സെൻറ്റൻസുകൾ റിവൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആശയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എൻ്റെ മലയാളം നോക്കണ്ട, കാരണം ഞാൻ ഒന്നുകിൽ എൻ്റെ നാട്ടിലെ ശൈലിയിലായിരിക്കും അല്ലെങ്കിൽ അച്ചടി ഭാഷയിലായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ നാട്ടിലെ ആ മലയാളത്തിൻ്റെ ശൈലിയിൽ നിങ്ങളുടെ ആ സംസാരിക്കുന്ന ശൈലി ഉണ്ടല്ലോ, അതിലോട്ട് ഇംഗ്ലീഷിനെ കൺവേർട്ട് ചെയ്ത് മനസ്സിൽ കയറ്റുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അനായാസമായി ഈ പഠിച്ച് റിവൈസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും. സോ അടുത്ത് നോക്കാം, വാട്ട് ഡസ് ഇറ്റ് സേ. വാട്ട് ഡസ് ഇറ്റ് സേ എന്ന് പറഞ്ഞാൽ ഇതെന്താ പറയുന്നത്, അതെന്താ പറയുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. വാട്ട് ഡസ് ഇറ്റ് സേ എന്ന് പറഞ്ഞാൽ ഇതെന്താ, എനിക്ക് ആ കറക്റ്റ് മലയാളത്തിലോട്ട് വരുന്നത് നിങ്ങളുടെ ആ നാട്ടിലെ ഭാഷ വാട്ട് ഡസ് ഇറ്റ് സേ ഇതെങ്ങനെയാണ് പറയുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്നത് ഇത് നിലവിലില്ലാത്തൊരു സംഭവമാണ്. നമ്മൾ നിലവിലില്ലാത്തൊരു സംഭവത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ചിലപ്പം ജോലി സ്ഥലത്താണെങ്കിലും സയൻസിലൊക്കെ ആണെങ്കിലും സയൻസ് ഫിക്ഷൻ മൂവിലൊക്കെ നമുക്ക് ഇട്ടിട്ടുണ്ട് ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇത് നിലവിലില്ല എന്ന് നമ്മൾ പറയത്തില്ല. ഇപ്പം കാലഹരണപ്പെട്ടുപോയ വസ്തുക്കളെയൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന്. അതാണ് അതിൻ്റെ അർത്ഥം. അടുത്ത സ്ലൈഡിലോട്ട് പോകാം. വാട്ട് ഡസ് ഇറ്റ് സേ. വാട്ട് ഡസ് സേ നമ്മൾ പറഞ്ഞു, അതെന്നാ പറയുന്നത്, അതെന്താ പറയുന്നത്. വാട്ട് ഡസ് ഇറ്റ് സേ, അതെന്താ പറയുന്നത്. ഇവിടെ ഡസ് വന്നത് വന്നതുകൊണ്ടാണ്
അടുത്തത് ഡസ് ഇറ്റ് അപ്ലൈ ടു അതർ. ഡസ് ഇറ്റ് അപ്ലൈ ടു അതേഴ്സ് എന്ന് പറയുമ്പം അതൊരു കോൺവെർസേഷൻ്റെ അടുത്താണ്. ഇത് ഞങ്ങളെ ബാധിക്കുമോ, ഞങ്ങൾക്കൂടെ ഉള്ളതാണോ നമ്മൾ പറയും. ഇപ്പോൾ നമുക്കൊരു ഓഫീസിലൊരു ലെറ്റർ കൊടുത്തിന്, എന്തെങ്കിലും ഒരു ഫൈനിൻ്റെ ലെറ്ററോ എന്തെങ്കിലും ഒരു ലെറ്റർ കൊടുത്തിരുമ്പം മറ്റേ സ്റ്റാഫുകൾ പറയത്തില്ലേ, ഡസ് ഇറ്റ് അപ്ലൈ ടു അതേഴ്സ്, മറ്റുള്ളവരെയും കൂടെ ബാധിക്കുന്ന കാര്യമാണോ, മറ്റുള്ളവരെയും കൂടെ സൂചിപ്പിക്കുന്ന കാര്യമാണോ എന്നാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അടുത്തത് ഡസ് ഇറ്റ് അപ്ലൈ ടു അസ്, അതേ വേർഡ് തന്നെയാണ്. ഓക്കെ. ഇറ്റ് ഡസ് നോട്ട് റെസ്പെക്റ്റ് അവർ കൺസ്യൂമേഴ്സ്. ഇറ്റ് ഡസ് നോട്ട് റെസ്പെക്റ്റ് അവർ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒന്നാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് കുറച്ച് സെൻറ്റൻസുകളാണ്. ഡസ്സിനെ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളതിൻ്റെ ആശയം എടുത്ത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി പഠിച്ചിരുന്നാൽ മതി. ഇറ്റ് ഡസ് നോട്ട് റെസ്പെക്റ്റ് അവർ കസ്റ്റമേഴ്സ്. ഇവിടെ ഇറ്റ് വന്നുകൊണ്ടാണ് കസ്റ്റമേഴ്സിനെ സൂചിപ്പിച്ചല്ല പറയുന്നത്. ഇപ്പോൾ ഇറ്റ് അതെന്താ ഉദ്ദേശം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു നോട്ടീസ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു പേപ്പർ ആയിരിക്കും, അത് കസ്റ്റമേഴ്സിനെ പറ്റിയുള്ള ഒരു പേപ്പർ ആയിരിക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സംഭാഷണത്തിലെ സെൻറ്റൻസാണ്. നമുക്ക് ജസ്റ്റ് ഡസ്സിനെ പറ്റിയുള്ള ഒരു ആശയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എടുത്തതാണ്. ഇറ്റ് ഡസ് നോട്ട് റെസ്പെക്റ്റ് അവർ കസ്റ്റമേഴ്സ്. ഇത് നമ്മുടെ കസ്റ്റമേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. അടുത്ത് ഡസ് ദാറ്റ് കണ്ടിന്യൂ, അത് കണ്ടിന്യൂ ചെയ്യുമോ എന്നാണ് എൻ്റെ അർത്ഥം. ഇത് ഡസ് വെച്ചുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഡസ് ദാറ്റ് കണ്ടിന്യൂ, ഇവിടെ ദാറ്റ് വന്നതുകൊണ്ടാണ് ഡസ് വന്നിരിക്കുന്നത്. ഡസ് ദാറ്റ് കണ്ടിന്യൂ, അത് കണ്ടിന്യൂ ചെയ്യുമോ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ഡസ് ഇറ്റ് വർക്ക്. ഡസ് ഇറ്റ് വർക്ക് എന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യുമോ എന്നാണ്. ഡസ് ഇറ്റ് വർക്ക്, നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടാക്കി വേറെ ആൾ വന്ന് ചോദിക്കത്തില്ല ഇത് വർക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ വർക്ക് ചെയ്യുമെന്ന് ചോദിക്കില്ല. ഡസ് ഇറ്റ് വർക്ക്, അതാണ് ഡസ് ഇറ്റ് വർക്ക്. അടുത്ത ഹി ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹിന്ദി. ഹി ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, അവന് ഹിന്ദി മനസ്സിലാകത്തില്ല, അവന് ഹിന്ദി മനസ്സിലാകുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ അതേപോലെ നമ്മൾ ഈ സെൻറ്റൻസുകളെല്ലാം വർത്തമാന കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണ്, അതായത് പ്രസൻറ്റ് ടെൻസിൽ സംഭവിക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഡസും ഡൂവും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത്രയും സെൻറ്റൻസുകൾ നിങ്ങൾ ആശയപരമായിട്ട് ചിന്തിച്ചില്ലേ? അപ്പോൾ ആശയപരമായിട്ട് ചിന്തിച്ചപ്പോൾ നിങ്ങൾക്ക് അത് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന പറ്റിയാണ് ഈ പറയുന്നത്. അതായത് ഡസും ഡൂവും പ്രസൻറ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾ മറന്നു കളഞ്ഞേക്കുക ഗ്രാമർ സെക്ഷൻ. എനിക്കറിയാം ചിലവർക്ക് ഗ്രാമർ സെക്ഷൻ പെട്ടെന്ന് പറഞ്ഞാൽ പിടി കിട്ടത്തില്ല. ജസ്റ്റ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എക്സാമ്പിൾ സെൻറ്റൻസ് വെച്ച് റിവൈസ് ചെയ്ത് പോകുന്നത്. എക്സാമ്പിൾ സെൻറ്റൻസും അതിൻ്റെ ആശയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. വേറൊരു പാടുമില്ല ഇംഗ്ലീഷ് സെൻറ്റൻസ്. ഞാൻ ഈ എക്സാമ്പിൾ സെൻറ്റൻസ് പറയുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലൊരു എന്തെങ്കിലും ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് അവിടെ ഈ സെൻറ്റൻസുകൾ വെച്ച് ജസ്റ്റ് ആശയത്തെ ക്രിയേറ്റ് ചെയ്യുക. ചിലപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ എപ്പിസോഡോട്ട് വരണമെന്നില്ല, ഈ സെൻറ്റൻസിൻ്റെ എഴുതി വെച്ചത് മാത്രമേ കാണത്തുള്ളൂ. സോ അതുകൊണ്ട് അങ്ങനെ ആശയപരമായി ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അടുത്ത സ്ലൈഡിൽ പറയുന്നു ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി. ഇത് റിയാലിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി. നമ്മൾ ഒരു സയൻസ് ഫിക്ഷൻ മൂവിയിലൊക്കെയാണ് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയത്തില്ല ഇത് റിയാലിറ്റി, യഥാർത്ഥ ലോകത്തിൽ അതില്ലെന്നൊക്കെ പറയത്തില്ല. അങ്ങനത്തെ ഒരു മീനിങ് ആണ് ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി. അടുത്ത റിയാലിറ്റി എന്ന് പറഞ്ഞാൽ യാഥാസ്ഥിക ആ സംഭവം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഡസ് ദാറ്റ് എവർ ഹാപ്പൻ ടു അസ്. അതെപ്പോഴെങ്കിലും നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ. ഡസ് ദാറ്റ് എവർ ഹാപ്പൻ ടു അസ്, അതെപ്പോഴെങ്കിലും നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത് യെസ് ഇറ്റ് ഡസ്, അതേ സംഭവിച്ചിട്ടുണ്ട്, അതേ യെസ് ഇറ്റ് ഡസ്. അടുത്തത് സോ വാട്ട് ഡസ് ദ കമ്മീഷൻ ഡു. ജസ്റ്റ് ഒരു സെൻറ്റൻസ് എടുത്തതാണ്. വാട്ട് ഡസ് ദ കമ്മീഷൻ ഡു. ഒരു പഞ്ചായത്ത് കമ്മീഷനോ അങ്ങനത്തെ മുനിസിപ്പാലിറ്റി കമ്മീഷനെ പറ്റി പറയുന്നതാണ്. അവർ തമ്മിലുള്ള ആൾക്കാരുകൾ തമ്മിലുള്ളൊരു സംസാരം. വാട്ട് ഡസ് ദ കമ്മീഷൻ ഡു. കമ്മീഷൻ എന്താ ചെയ്യുന്നത്. വാട്ട് ഡസ് ദ കമ്മീഷൻ ഡു. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെപ്പറ്റി സൂചിക്കുന്നതായതുകൊണ്ടാണ് ഡസ് വന്നത്. വാട്ട് ഡസ് ദ കമ്മീഷൻ ഡു. കമ്മീഷൻ എന്താ ചെയ്യുന്നത്, ആ കമ്മീഷൻ എന്താ ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കിക്കോളൂ. വാട്ട് ഡസ് ദ കമ്മീഷൻ പ്രസിഡൻറ്റ് ഡു. കമ്മീഷൻ പ്രസിഡൻറ്റ് എന്താ ചെയ്യുന്നത്. വാട്ട് ഡസ് ദ കമ്മീഷൻ ഡു. കമ്മീഷൻ പ്രസിഡൻറ്റ് എന്താ ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. വാട്ട് ഡസ് ദ കമ്മീഷൻ പ്രസിഡൻറ്റ് ഡു. ഇവിടെ ഡു ചെയ്യുന്നതായിട്ടും അർത്ഥമുണ്ട്. മറ്റേ ഡസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കമ്മീഷന് പരമായിട്ടാണ് ഡസ് യൂസ് ചെയ്തിരിക്കുന്നത്. അവസാനത്തെ ഡു വന്ന് എന്ത് പ്രവൃത്തി എന്താ ചെയ്യുന്നതെന്ന് ഒരിതില്ല, എന്താ ചെയ്യുന്നത് ആ ചെയ്യുന്നതിനെ ഉദ്ദേശിച്ചാണ് ഡു വന്നിരിക്കുന്നത്. ഡുവിൻ്റെ അർത്ഥം എന്തിനും പ്രവൃത്തി ചെയ്യുക, എന്തിനും ജോലി ചെയ്യുന്നതിൻ്റെ അർത്ഥങ്ങളുണ്ട്. അടുത്തത് ഹീ ഡസ് ദ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അവനാണ് ട്രാൻസ്പോർട്ടേഷനും ഡിസ്ട്രിബ്യൂഷനും ചെയ്യുന്നത്. ഹീ ഡസ് ദ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതൊരു കമ്പനിയിലെ ടോക്കാണ്. ഹീ ഡസ് ദ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നൊരു ജസ്റ്റ് ഒരു ടോക്കാണ്. അവർ തമ്മിലുള്ള ആൾക്കാർ തമ്മിൽ. അദ്ദേഹമാണ് ട്രാൻസ്പോർട്ടേഷൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് ചെയ്യുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ സെൻറ്റൻസുമായിട്ട് കാണാം. സോ അതേപോലെ തന്നെ സെൻറ്റൻസുകൾ റിവൈസ് ചെയ്യുക, ഇത് പഠിക്കുക. റിവൈസ് ചെയ്ത് ആശയം നിങ്ങളുടെ ആ മലയാളത്തിലെ ലാംഗ്വേജിലൂടെ എടുത്ത് പഠിക്കുക.
അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഡസ് എന്നുള്ള സെൻറ്റൻസിലോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റും. ഗ്രാമാറ്റിക്കലി ഈ ഡസിനെ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല. ഗ്രാമർ പഠിച്ചിട്ട് നമുക്ക് ഈ ഡസിനെ ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഇതേപോലെ എക്സാമ്പിൾ സെൻറ്റൻസ് വഴി മാത്രമേ നമുക്ക് ഡസ് നമ്മുടെ വായിൽ വരത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിൽ ഡസ് നമ്മൾ വല്ലപ്പോഴും ഒരിക്കലും യൂസ് ചെയ്യത്തുള്ളൂ നമ്മുടെ നോർമൽ കമ്മ്യൂണിക്കേഷൻ ടാപ്പിൽ. അത് ഡസിനെ പറ്റി പഠിക്കുന്നവർ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. ഇൻ കേസ് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ നാവിൽ ഡസ് വരത്തില്ല. സോ അതുകൊണ്ട് ഡോൺ വറി. ഡസ് ഒരു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയറായിട്ട് നിൽക്കരുത്. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ വാക്കുകൾ വെച്ച് ഇംഗ്ലീഷ് സംസാരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൊണ്ട് നിർത്തുന്നു. ബൈ.